ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അടിപൊളി സ്പോട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പോയി വരാൻ പറ്റും. ചുരുങ്ങിയ ചെലവിൽ കണ്ടൻസൊക്കെ പറ്റുന്ന ഒരു സ്പോട്ടാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതായത് നിങ്ങളിപ്പോൾ കോഴിക്കോട് ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ കാണുകയും അറേബ്യൻ സീ എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി സ്പോട്ടാണ്. നിങ്ങൾ ഫാമിലിയായിട്ടൊക്കെ പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒരു എൻജോയ്മെൻറ്റ് കിട്ടുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ നമ്മളിത് ഇതിനകത്ത് ഏകദേശം ഒരു നമ്മുടെ പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയൊരു കപ്പലിൻ്റെ നിർമ്മാണം. സോ അതിൽ കയറുന്നതുകൊണ്ട് ഫസ്റ്റ് ടൈം കാണാൻ പോകുന്നത് റോബോട്ടുകളുടെ ലോകമാണ്. സോ റോബോട്ട് എന്ന് പറയുന്നത് അടിപൊളിയാണ്. പിന്നെ നമ്മളങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോ കണ്ടുപിടുത്തങ്ങളുടെ ഒരു മാജിക്കുകൾ പറഞ്ഞിരിക്കും. അത്തരത്തിലുള്ള പല കാര്യങ്ങളും അവിടെ കാണാൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങൾ പോയിട്ടിരിക്കും. നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. സിമ്പിളായിട്ട് പറയണം. അടിപൊളി ഏരിയ ആണിത്. ഇപ്പം നിങ്ങൾ കാണാം, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മ്യൂസിക്കിൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫീലിംഗ് നമ്മളെന്താവാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൈക്കൊണ്ട് ജസ്റ്റ് ക്ലിക്ക് ഒന്നിങ്ങനെ കൈ ഉയർത്തി ചെയ്യുന്ന സമയത്താവും അതിലിങ്ങനെ ആ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതായത് നമ്മുടെ കൈ ടച്ച് ചെയ്യുന്നതായിട്ട് നമ്മൾ ആ മ്യൂസിക് ഓൺ ചെയ്യുന്നതായിട്ടൊക്കെയാണ് ഇതുള്ളത്. റോബോട്ടിനെയും ആ മ്യൂസിക്കിൻ്റെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വരുമ്പം നമ്മളവിടെ ആ ഒരു സ്ക്രീനിന് മുന്നിൽ എന്താണ് ചെയ്യുന്നത് അതൊരു ചിത്രമായിട്ട് വരുന്ന ഒരു സ്ക്രീനിലേക്കാണ് പിന്നെ നമ്മൾ എത്തുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ഒരു കാർട്ടൂൺ വരയ്ക്കില്ല, അതുപോലെ എന്താവും നമ്മൾ എന്താണോ ആ സ്ക്രീന് മുന്നിൽ ചെയ്യുന്നത്. ഇപ്പം നിങ്ങളൊക്കെ മുടിയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അതുപോലെ ആയിരിക്കും ആ ചിത്രം ഉണ്ടായിരിക്കുക. നിങ്ങളിപ്പോൾ വെള്ളം കുടിക്കുന്ന പോലെ കാണിച്ചാൽ അതുപോലെ ആയിരിക്കും ആ ചിത്രം ഉണ്ടായിരിക്കുക. അങ്ങനെ ഒരു കാര്യമാണ് പിന്നെ വരുന്നത്. പിന്നെ നമുക്ക് ജസ്റ്റ് ഹിസ്റ്ററി എഴുതാനുള്ള ഓപ്ഷൻസ് അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ അടിപൊളി എൻജോയ്മെൻറ്റ് കിട്ടുന്ന ഒരു സ്ഥലം. പിന്നെ നമ്മളെത്തുന്നത് ഇതാണ് ഡാൻസ് കളിക്കുന്ന അടിപൊളി റോബോട്ടിൻ്റെ കാഴ്ചയിലേക്കാണ്. സോ റോബോട്ട് എന്ന് പറഞ്ഞാൽ വെറും റോബോട്ടല്ല, നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുന്നത് അത്തരത്തിൽ അടിപൊളിയായിട്ടാണ്. പിന്നെ ഇത് ചിത്രം വരയ്ക്കുന്നത്, ഒരു കാറിൻ്റെ ചിത്രം വരയ്ക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ ചിത്രം വരയ്ക്കുന്ന റോബോട്ട് വരെ അവിടെ ഉണ്ട്. പിന്നെ അതാ റോബോട്ടുകളുടെ ലോകത്ത് തന്നെ ഒരുപാട് കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതായത് ഒരുപാട് യന്ത്രങ്ങൾ, ഒരുപാട് കണ്ടുപിടുത്തങ്ങളുടെ ഒരു ലോകമാണ് അവിടെ ഉള്ളത്. ത്രസിപ്പിക്കുന്ന കാഴ്ചകളാണ് അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പം ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ട കാഴ്ചകൾ അങ്ങനെ ഓരോരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് കാണാം. പിന്നെ ഈ ഒരു കാഴ്ചയുടെ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഒരു 3D നമുക്ക് കാണാമെങ്കിൽ ഒരു 3D നമ്മൾ കണ്ടാണെങ്കിൽ നമ്മൾ ഒരു അടിപൊളി ഫീലിങ്സ് കിട്ടുന്ന ഒരു യാത്രയുണ്ട്. സോ അതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യണം. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അതും മാക്സിമം എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ 3D അവിടെ കുറച്ച് തിരക്കായിരുന്നു എങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് കണ്ടു തീർക്കാവുന്നതേ ഉള്ളൂ. ഒരു മിനിറ്റ് 2 മിനിറ്റ് ഉള്ളിൽ കാര്യം തീർക്കുന്നതായിരിക്കും. അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ എത്തുന്നത് ആ പൂക്കളുടെ മറ്റൊരു ലോകത്തെ. ശരിക്കും അടിപൊളി എന്ന് പറഞ്ഞാൽ ശരിക്കും അടിപൊളി. നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ്. പിന്നെ നിങ്ങൾ അവിടെ കാത്തിരിക്കുന്നത് ഒരുപാട് സഞ്ചാരികൾ അവിടെ എത്തിയിട്ടുണ്ട് ഓൾറെഡി. എങ്കിലും നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം ഇഷ്ടം പോലെ അവിടെ ഉണ്ട്. അതായത് ഇപ്പോൾ വലിയ വലിയ പ്രാണികളുടെ രൂപങ്ങൾ, വലിയ വലിയ മരങ്ങൾ, വലിയ വലിയ പൂക്കൾ, ശരിക്കും അടിപൊളി. നിങ്ങളെ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്തരത്തിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയയാണ് പിന്നെ നിങ്ങൾ എത്തിപ്പെടുന്നത്. ഇതൊക്കെ അവരെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ ശരിയാണ് സ്പോർട്സ് മോളിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചൊരു സാധനമാണ്. പക്ഷേ എങ്കിലും നമുക്ക് ഒറ്റ നോട്ടത്തിൽ ആ ഒരു ഏരിയയിൽ എത്തും. അത്രയും അടിപൊളി ഫീലിങ്സാണ് നമുക്ക് കിട്ടുന്നത്. അതായത് യാത്രക്കാരെ മാക്സിമം അട്രാക്ഷൻസ്, മാക്സിമം ആകർഷിക്കാനുള്ള കാഴ്ചകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഭാഗത്ത് നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ, കോഴിക്കോട് ബീച്ചിലേക്ക് നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. അത്രയും അടിപൊളിയാണ്. ഇനിയും നമ്മൾ ഒരുപാട് കാഴ്ചകൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ വയ്യ നമുക്കത് കാണാം.
വലിയ വലിയ പൂമ്പാറ്റയും തേനീച്ചയും എല്ലാം ഉള്ള ഒരു അടിപൊളി പൂന്തോട്ടമാണ് നമ്മൾ അവിടെ കാണുന്നത്. അവിടെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ടൈം സ്പെൻഡ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ അത്ര അടിപൊളിയായിട്ട് തോന്നി. പിന്നെ അവിടെ ഫോട്ടോ എടുത്തു. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. തീർച്ചയാണ് അത്. അപ്പം പറയാന്നുണ്ടെങ്കിൽ അത്രയും അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കാണാൻ തേനീച്ചയെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊടുക്കുന്നത് വലിയൊരു തേനീച്ച നോക്കുക. പക്ഷേ ഇത്രയും ഒരു വിശാലമായി കാണാൻ ഇതുപോലെയൊക്കെ അടിപൊളി കാഴ്ചകളാണ് അവിടെ ഉള്ള. വലിയൊരു മരമുണ്ട്. ശരിക്കും അതിനകത്ത് തന്നെ നല്ല തണുപ്പും കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാവുകയും ചെയ്യും. അത് കഴിഞ്ഞ് നമ്മളെത്തുന്നത് എന്താ, മീനുകളുടെ മറ്റൊരു ലോകത്തേക്ക്. അതായത് നമ്മൾ ഇനി കടലിലേക്ക് ഇറങ്ങുന്ന ആ ഒരു ഫീൽ. അതായത് നമ്മൾ ആ ഒരു ഇതുവരെ കാണാൻ ഒരുപാട് മത്സ്യങ്ങളുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ കടലിൻ്റെ താഴെ തട്ടിലേക്കൊക്കെ വരുന്ന സ്ഥലത്തേക്കാണെങ്കിൽ അവിടെ മാത്രം കണ്ടുവരുന്ന ഒരുപാട് മത്സ്യങ്ങൾ. അതുപോലെ നമ്മൾ പണ്ടെവിടെയോ പേര് കേട്ട് നമ്മുടെ മനസ്സിൽ മാത്രമുള്ള ആ ഒരു പേരിലുള്ള മത്സ്യങ്ങൾ. അങ്ങനെ നിങ്ങൾ ഒരുപാട് മത്സ്യങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു കാഴ്ചയും നിങ്ങൾ കണ്ടിരിക്കേണ്ടതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ നിന്നും അടിപൊളി വ്യത്യാസം എടുക്കുക, അതിനുള്ള ഒരു അടിപൊളി സ്ഥലം കൂടി ഇവിടെ വരുന്നുണ്ട്. ഈ മത്സ്യത്തിൽ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അവരുടെ പേര് അവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഓരോ മത്സ്യത്തിൻ്റെ ഓരോ ഒരു ഗ്ലാസ്സിലായിട്ടും ഓരോ അക്കൂഴത്തിന് മുമ്പിൽ എത്തുമ്പോഴും അതിൻ്റെ സൈഡിലായിട്ട് അല്ലെങ്കിൽ താഴെയായിട്ടോ അതിൻ്റെ പേര് കാണിക്കുന്നുണ്ടോ. അതായത് നമുക്കറിയാത്ത മത്സ്യങ്ങളായിരിക്കും ദൃശ്യമാണ്. അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ഒരുപാടുണ്ട് കേട്ടോ. നിങ്ങൾ കാണാം ഇപ്പോൾ കാണുന്ന മത്സ്യത്തിൻ്റെ പേര് കേട്ടാൽ തന്നെ ഇതുവരെ കേൾക്കാത്ത പേരും മത്സ്യങ്ങളെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോയിലും അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ കണ്ട മത്സ്യങ്ങളെയാണ് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ പറയാനുണ്ടെങ്കിൽ ഞാൻ ഏതായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്യാവശ്യത്തിൽ കൂടുതൽ അതായത് സാധാരണ വീഡിയോസ് കാണാൻ എല്ലാവരും ഞാനതായിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ കാണിച്ചു തരാണ്. അവിടെ നിങ്ങൾ പോയാൽ കാണാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് വീഡിയോ ചെയ്യണം. ഇതാണ് കളർ നമ്മളുടെ കടലിന് താഴെ കിട്ടുന്ന ഒരു മൊമെൻ്റാണ് സത്യം പറഞ്ഞാൽ അടിപൊളി. കാരണം നമ്മൾ ഓരോ തവണ നമ്മൾ അകത്തേക്ക് പോകുന്നു മീനുകളെ, അതായത് കളർ മത്സ്യം അടിപൊളിയാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ എങ്ങനെ എവിടെ തിരിഞ്ഞ് നോക്കിയാലും നമ്മുടെ രണ്ട് ഭാഗത്താണെങ്കിലും ഉണ്ടാവും മീനുകൾ മാത്രം. ശരിക്കും നമ്മൾ കടൽ തട്ടിയുള്ള ആ ഒരു ഫീലിംഗ് കിട്ടുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത്. നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. നമ്മൾ അപ്പുറത്ത് കണ്ട മീനുകളുണ്ട്, നമ്മൾ കാണാത്ത മീനുകളുണ്ട്. അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെറിയ കളർ നമ്മൾ കോഴികളെ കളർ കൊടുത്തിട്ട് വിൽക്കുന്ന ആ ഒരു കാര്യങ്ങളും കേൾക്കാം. പക്ഷെ മീനുകളെ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് വലിയ മീനുകളുടെ കുറച്ച് സങ്കേതത്തിലേക്കാണ്. കടലിന് താഴെ നമ്മൾ കാണാത്ത പല രീതിയിലുള്ള ജീവികളെയും നമുക്കിവിടെ കാണാൻ കഴിയും. അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എട്ടുകാലിയാണ് തോന്നുന്നു കടലിൽ. ഏതായാലും കടലിലെ ഒരു അടിപൊളി ജീവിയാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ ഇവിടെ വരുന്ന ആരും ശ്രദ്ധിക്കാൻ പോയി കാണാൻ അടിപൊളി മത്സ്യമാണ് കേട്ടോ. അടിപൊളി മത്സ്യം നമ്മൾ കണ്ടാൽ ചെറുകിനികളാണ് നമ്മൾ പുറത്തുനിന്ന് മറ്റേ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ മീനുകളുടെ ലോകം ശരിക്കും ഒരു അടിപൊളി ലോകമാണ്. ശരിക്കും വേറെ ലെവൽ ലോകമാണ് ഗൈസ്. നിങ്ങൾ തീർച്ചയായിട്ടും പോയിരിക്കണം. തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പിക്ക് എടുക്കാം. കാരണം അത്രയും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. അത്രയും അടിപൊളി ഷെയറിങ്. അപ്പം
പറയുകയാണെങ്കിൽ ഇവിടെ നമ്മളെ കാത്തിരിക്കുന്ന മറ്റൊരു കാഴ്ച കൂടിയുണ്ട്. അതായത് ആഫ്രിക്കൻ കാടുകളിലും ബ്രസീലിയൻ കാടുകളിലൊക്കെ കണ്ടുവരുന്ന കാഴ്ചകളൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് നിന്ന് പോകും. കാരണം നമ്മൾ ഇതുവരെ കാണാത്ത പല രീതിയിലുള്ള മത്സ്യങ്ങളിൽ നമ്മൾ കാണുകയാണല്ലോ. ആ ഒരു ഫീലിങ്സ് കിട്ടുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് പൊതുവെ. തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് ടൈം അവിടെ ഓരോ മത്സ്യങ്ങൾ നമ്മൾ കാണും. നമ്മൾ ഗ്ലാസ്സിൽ കൈ വെക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിന് സമാനമായി വരുന്ന ഒരു അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ടാവുക. അതൊക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊക്കെ കാണാൻ കഴിയുള്ളൂ. കറക്റ്റ് ഞാൻ പറയാനുള്ളൂ, ഈ ഒരു യാത്ര നിങ്ങൾ ചെയ്യുമ്പോൾ കടലിൽ ഇറങ്ങി പോകുന്ന കാഴ്ച ആ ഒരു ഫീലിംഗ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത്ര അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം കുറച്ചധികം വീഡിയോസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഇത്രയും ഇങ്ങനെ നിങ്ങൾക്ക് വീഡിയോസ് അതിപ്പം കൂടുതലായിട്ട് തോന്നുന്നത്. എങ്കിലും കുഴപ്പമില്ല, ഇനിയും നിങ്ങൾ കാത്തിരിക്കുന്നത് മറ്റൊരു അടിപൊളി കാഴ്ചകളുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അത് കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് ലാസ്റ്റ് പറഞ്ഞു. കടൽ മീനെ ഇപ്പം നിങ്ങൾക്ക് കടൽ പൂച്ചയെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് ഇവ കടലിലും ജീവിക്കും, അതുപോലെ കരയിലും ജീവിക്കും. സോ അങ്ങനെ തന്നെയാണെന്ന് ഞാനും വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾക്കൊരു കെട്ടിടം കാണാം. ഇതെന്താണ്? കൊട്ടാരം. ഓക്കെ, അപ്പം കടലിലെ കൊട്ടാരമാണെന്ന് തോന്നുന്നു. സോ അതിൻ്റെ ചിത്രീകരണം നിങ്ങൾക്ക് കാണാൻ കഴിയും. ശരിക്കും നല്ലൊരു ഫോട്ടോ നിങ്ങൾ കാണും. പിന്നെ നമ്മൾ എത്തുന്നത് നമ്മൾ കണ്ട ആ ഒരു മറ്റൊരു ഭാഗം, അതായത് അനാക്കോണ്ട. സോ ബ്രസീലിയൻ കാടുകളിലൊക്കെ സ്ഥിരമായി കാണപ്പെടുന്ന ഒരു അനാക്കോണ്ട നിങ്ങൾ കാണാം. ഏകദേശം 2 വയസ്സെങ്ങാനാണ് ഇതിനുള്ളത്. അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളും ഞാൻ അതിന് താഴെ തന്നെ നിങ്ങൾ കാണുകയും അനാക്കോണ്ട കാണാമെന്ന് പറഞ്ഞിട്ട് 1 വയസ്സ് മാത്രം 1 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു അനാക്കോണ്ടയെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അത് കഴിഞ്ഞ് നമ്മളെ ഓടിപ്പിക്കുന്ന ഒരു റോബോട്ടിൻ്റെ മുന്നിലേക്കാണ്. സോ അടിപൊളി. അവിടെയും കുറച്ച് ടൈം അധികം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ അധികം ഒന്നും വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല. അവിടെ അടിപൊളി മൊമെൻ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. അതായത് ഒരുപാട് ഫാമിലി ഫോൺസ് ചെയ്യുന്നു. പെട്ടെന്ന് ഈ ഒരു റോബോട്ട് വാങ്ങിയത് രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ റിമോട്ട്ലി കൺട്രോൾ ചെയ്ത് ഇതിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കും. ആ സമയത്ത് നമ്മുടെ വയത്താൽ വരുന്ന ആ ഒരു ഫീലിങ്സ് അപ്പോൾ നമ്മൾ ഓടുന്നു. അങ്ങനത്തെ ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ. സോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്നുണ്ടാവും. തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റും. അത്ര അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെന്തായാലും ഫാമിലിയായിട്ടും കുട്ടികളായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വരിക. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു എൻജോയ്മെൻ്റ് ആയിട്ട് തോന്നുള്ളൂ. അപ്പം ഇങ്ങനെ നമ്മളെന്തായിട്ടുണ്ട് ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതാണ് വീഡിയോ കുറച്ച് ലെങ്തിയായത്. പിന്നെ ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്താൻ പോകുന്നുണ്ട് ബാക്ടീരിയസ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ, അങ്ങനത്തെ ഒരുപാട് കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് ഫ്രൂട്ട്സ്, കളിപ്പാവകൾ, അതൊക്കെയാണ് നിങ്ങൾക്ക് പിന്നെ എത്താൻ പോകുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് എൻഡിങ് എന്ന് പറയുന്നത് കുറച്ച് ഗെയിംസ് ഉണ്ട്. സോ അതിൻ്റെ ഫോട്ടോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, ഇരുട്ടായതുകൊണ്ടാണ്. ഓക്കെ, കുറച്ച് ഗെയിംസ്, കുറച്ച് ചെറിയ എമൗണ്ട് 20 രൂപ കൊടുത്തിട്ട് നിങ്ങൾ കളിക്കാം. എക്സ്പോ ആണ്, അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള ഗെയിംസ് ആണ്. ആ ഗെയിംസിൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നതുണ്ട്, അതുപോലെ സമ്മാനങ്ങൾ കിട്ടുന്നതുണ്ട്. അങ്ങനെ കുറച്ച് ഗെയിംസ്. അതോടുകൂടി നമ്മുടെ ആ ഒരു എൻഡിങ് ആവുകയാണ്. നമ്മൾ പൈസകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അറേബ്യസി ജസ്റ്റ് ഒന്ന് സന്ദർശിക്കാൻ മാക്സിമം ശ്രമിക്കാം. അവിടെ എത്തിയാൽ നിങ്ങൾ കാണേണ്ട എല്ലാ കാഴ്ചകളും നമ്മൾ ആൾമോസ്റ്റ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോയിൽ ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.